ഹായ് ഹലോ, ഞാനിന്നൊരു ബ്രാ സ്ട്രാപ്പാണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വെറുതെ ഒരു സ്ട്രാപ്പല്ല, നല്ല ബീഡ്സ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു അടിപൊളി ബ്രാ സ്ട്രാപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട്. ഞാൻ കുറച്ച് വൈറ്റ് ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് നൈലോൺ ത്രെഡ് ചെയ്ത് ഞാൻ ഏകദേശം അളവെടുത്ത് ഉപയോഗിച്ച് ഇത്രയായി. പിന്നെ വന്നിട്ട് എലാസ്റ്റിക് സ്ട്രാപ്പാണ്. ഇത് ഞാൻ എൻ്റെ ഒരു ഉപയോഗിക്കാത്ത സ്ട്രാപ്പിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ വന്നിട്ട് ഈ ബ്രാ സ്ട്രാപ്പിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ സ്ട്രാപ്പിലൊക്കെ. ഇത് ബ്രായും ആ സ്ട്രാപ്പുമായിട്ട് യോജിപ്പിക്കുന്ന ആ ഒരു ഹുക്കാണ്. പിന്നെ വന്നിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഭാഗത്തുള്ള ആ ഒരു സാധനം, ഇതിൻ്റെ ഒന്നും പേര് ശരിക്കും എനിക്കറിയത്തില്ല, ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ ഈ റിങ്, ഇത് നമ്മൾ നേരത്തെ ആ ഹുക്ക് ചെയ്യുന്നില്ല, അതിന് പകരം ചിലപ്പോൾ ഈ റിങ് ആയിരിക്കും നമ്മൾ ആ സ്ട്രാപ്പും ബ്രായുമായിട്ട് ബന്ധിപ്പിക്കുന്നിടത്ത് കണ്ടിട്ടുണ്ടാവും. പിന്നെ ഒരു കത്രിക എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു പഴയൊരു ബ്രാ സ്ട്രാപ്പ്, പഴയതല്ല, എൻ്റെ ഒരു സ്ട്രാപ്പ് ഞാൻ ഇങ്ങനത്തെ നമുക്ക് അളവൊക്കെ എടുക്കണമല്ലോ. പിന്നെ വന്നിട്ട് ഞാനൊരു സ്കെയിൽ എടുത്തത്, കാരണം എൻ്റെ കയ്യിൽ ടേപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ തൽക്കാലം അളവെടുക്കാൻ ഞാൻ ഈ സ്കെയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ബ്രാ സ്ട്രാപ്പില്ലേ, അത് എത്ര ലെങ്ത് ഉണ്ടെന്ന് നമുക്ക് നോക്കണം. ഇപ്പോൾ ഇത് ഏകദേശമല്ല, ഇത് കറക്റ്റ് വന്നിട്ട് ഒരു 11 ഇഞ്ചാണ് ഉള്ളത്. അപ്പോൾ 11 ഇഞ്ച് നമുക്ക് സ്ട്രാപ്പ് ലെങ്ത് കിട്ടി. അപ്പോൾ ഈ 11 ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യുക, ഈ നൈലോൺ ത്രെഡ് നോക്കുക, അളവ് നോക്കുക. 11 ഇഞ്ച് നൈലോൺ ത്രെഡിൽ അളന്നിട്ട് അതിൻ്റെ കൂടെ ഞാനൊരു എക്സ്ട്രാ ഒരു 1.5 ഇഞ്ചും കൂടി എടുക്കുന്നുണ്ട്. കാരണം ഇത് നമുക്ക് കെട്ടി വെക്കാനാണ്. ഇത് 1.5 ഇല്ല, 1 മതിയെങ്കിൽ 1 മതി. ഞാൻ എൻ്റെ ഒരു കുറച്ചധികം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തിക്ക് കെട്ടാമല്ലോ, അതുകൊണ്ട് ഞാനൊരു 1/2 ഇഞ്ചും കൂടി കൂടുതൽ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നൈലോൺ ത്രെഡ് എടുക്കാം. അത് ഞാൻ നോക്കുക 1 തൊട്ട് 11 ഇഞ്ച് വരെ എടുത്തിട്ട് അതിനകത്ത് നിന്ന് എക്സ്ട്രാ 1 ഇഞ്ചും കൂടി ഞാനെടുത്ത് 12.5 ഇഞ്ചിലാട്ടോ എടുത്തേക്കുന്നത്. അത് രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്കിനി അത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊരു ത്രെഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരെണ്ണം കൂടി ഉണ്ടാക്കണം. നമുക്ക് 2 എണ്ണം ആവശ്യമാണല്ലോ. അങ്ങനെ 2 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 നൂല് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിവിടെ വെക്കാം. ഞാൻ ഈ സ്ട്രാപ്പ് ഒന്ന് എടുത്ത് വെക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ഇവനെ വേണ്ടല്ലോ, നമുക്ക് സൈഡിലോട്ട് വെക്കാം. ഇനി എന്താ വെച്ചാൽ ഞാനൊരു എലാസ്റ്റിക് എടുത്ത് വെച്ചിട്ടില്ലേ, സ്ട്രാപ്പ് എലാസ്റ്റിക്. അതിനകത്ത് നമ്മൾ ബ്രായിലിടുന്ന ആ ഒരു ഹുക്കില്ലേ, അതെടുക്കുക ഒരെണ്ണം. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഹോളിൽ കൂടെ കയറ്റിയിട്ട് ഇതേപോലെ ചെയ്യണം കേട്ടോ. ഇങ്ങനെ എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന പറഞ്ഞല്ലേ, അതും ഒരെണ്ണം എടുക്കുക. എന്നിട്ട് അത് ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ചെയ്യണം. അങ്ങനെ 2 ഹോളിൽ കൂടി ഇട്ടിട്ട് അതിന് ശേഷം അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം മറ്റേ അറ്റം ഇതേപോലെ നമ്മൾ ആ 2 ഹോളിൽ കൂടി ഇട്ട് കൊടുത്തിട്ട് ആ റിങ്ങില്ലേ, ആ റിങ്ങും കൂടി നമ്മൾ ആ ഒരു എലാസ്റ്റിക്കിൽ എടുത്തിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗവും കൂടി നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ 2 ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പോയിട്ട് ഇതുപോലത്തെ 2 എണ്ണം വേണമല്ലോ, അത് 2 സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കേട്ടോ. നമുക്ക് താഴോട്ട് വലിച്ചാൽ നമുക്ക് ലൂസായിട്ട് കിട്ടും. ഇനി പഴയ പോലെ മേളിലോട്ട് എടുത്ത് വെച്ചാൽ നമുക്കത് ആ ഒരു സൈസിൽ തന്നെ ഉണ്ടാവും. ഇനി നമുക്ക് എന്താ വെച്ചാൽ ഇതിനകത്ത് ഒരു ത്രെഡ് എടുത്ത് ഈ റിങ്ങിൻ്റെ ഹോളിൽ കൂടി ഇട്ടിട്ട് അതിൻ്റെ മറ്റേ അറ്റം ആ ത്രെഡിൻ്റെ ഹോളിൽ കൂടി ഇടണം കേട്ടോ. ആ ത്രെഡിൻ്റെ ഹോളിൽ കൂടി ഇട്ടിട്ട് നല്ലപോലെ ടൈറ്റാക്കി എടുക്കുക. ഞാൻ നല്ലോണം ടൈറ്റാക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കതിനകത്ത് ഓരോ മുത്തുകൾ ഇങ്ങനെ കോർത്തിട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ എല്ലാ മുത്തുകളും ഇങ്ങനെ കോർത്തിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിപ്പം ഒരു സ്ട്രാപ്പിലുള്ള മുത്തെല്ലാം ഇട്ട് കൊടുത്തിട്ട് അളവെടുത്ത് നോക്കുവാണെങ്കിൽ 1.5 ഇഞ്ച് ഞാൻ എക്സ്ട്രാ ബാക്കി വെച്ചിട്ട് വേറൊരു ഹുക്ക് എടുത്തിട്ട് അതിൻ്റെ ഹോളിൽ കൂടെ ഇട്ടിട്ട് ഞാനിപ്പോൾ നന്നായിട്ട് അത് കെട്ടി വെക്കുക കേട്ടോ.
നല്ല ബലത്തിൽ ഇരുന്നോട്ടെ എന്നോർത്ത് ഞാൻ നല്ല കെട്ടാണ് കെട്ടിയത്. 2-3 കെട്ടൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ അറ്റം ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു ലൈറ്റർ വെച്ചിട്ട് അതിൻ്റെ അറ്റം ഒന്ന് നല്ലോണം ഉരുക്കി കൊടുത്തവിടെ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിങ്ങനെ നിൽക്കുമല്ലോ, അതുകൊണ്ട് നമുക്കതങ്ങ് ഉരുക്കി അങ്ങോട്ട് വെച്ചാൽ അതവിടെ സ്ട്രോങ് ആയിട്ട് നിന്നോളും. ഞാനതൊന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമുക്ക് ഒരു സൈഡിലുള്ള സ്ട്രാപ്പ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് വൈറ്റ് ബീഡ്സ് കൊണ്ട് ചെയ്തിട്ട്. ഇനി ഇതുപോലത്തെ നമുക്ക് അടുത്ത ഒരു സ്ട്രാപ്പും കൂടി ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ റിങ്ങിൻ്റെ ഹോളിൽ കൂടെ കയറ്റിയിട്ട് ത്രെഡിൻ്റെ ഹോളിലൂടെ ഇട്ടിട്ട് ഇതുപോലെ ഓരോ മുത്തായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ആ ഒരു സ്ട്രാപ്പും കൂടി റെഡിയാക്കി എടുക്കണം. ഇതിന് എലാസ്റ്റിക്കിൻ്റെ എന്താണെന്ന് വെച്ചാൽ അതിന് 5 ഇഞ്ചുള്ള എലാസ്റ്റിക് എടുത്തല്ലോ. നമ്മുടെ സ്ട്രാപ്പ് വന്നപ്പോൾ നമുക്ക് 11 ഇഞ്ചാണ് വന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് 11 ഇഞ്ച് അളവിൽ നമ്മൾ സ്ട്രാപ്പ് എടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് ടൈറ്റ് ആയിരിക്കും, നമുക്ക് കയറുന്നില്ല. അപ്പം മറ്റേ ബ്രാസ് സ്ട്രാപ്പിലാകുമ്പോൾ അത് എലാസ്റ്റിക് ആണല്ലോ, അതിപ്പോൾ നമുക്കത് ഈസി ആയിട്ട് നമുക്ക് എന്താ പറയുക വലിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കയറും. പക്ഷേ ഈ ത്രെഡ് നമുക്കങ്ങനെ വലിഞ്ഞ് കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ 5 ഇഞ്ച് എടുത്ത സ്ട്രാപ്പ് നമ്മളിങ്ങനെ ഈ രീതിക്ക് തയ്ച്ചൊക്കെ ആക്കി വരുമ്പോഴത്തേക്ക് 2 ഇഞ്ചാവും. അപ്പോൾ 12+2 എത്രയാണ് വരുന്നത്? 13 വരും. അപ്പോൾ നമുക്കത് എലാസ്റ്റിക്കും കൂടി ആയതുകൊണ്ട് നമുക്ക് ലൂസ് കിട്ടും. ഇനിയിപ്പോൾ എലാസ്റ്റിക് ഇല്ലാണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ അത് ഒരു 3 ഇഞ്ച് എക്സ്ട്രാ കൂടുതലെടുത്താണ് നമുക്ക് നല്ല വൃത്തിക്ക് കറക്റ്റായിട്ട് നമുക്കവിടെ ഫിറ്റായിട്ട് കിടക്കും. ഇപ്പോൾ രണ്ടാമത്തെ സ്ട്രാപ്പും ഞാൻ നല്ല വൃത്തിക്ക് ചെയ്ത് അതിന് ഉരുക്കിയെടുത്ത് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ രണ്ടും കാണിച്ചു തരാം. നല്ല രസമുണ്ട് കേട്ടോ ഈ വൈറ്റ് ബീഡ്സ് കൊണ്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 2 ബീഡ്സ് കൊണ്ടുള്ള സ്ട്രാപ്പ് നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെന്താ ചെയ്യേണ്ടത്? നമ്മുടെ ബ്രാൻ്റെ ആ ഒരു സ്ട്രാപ്പ് ഇടുന്ന ഹുക്കിലേക്ക് വെച്ച് കൊടുത്താൽ മതി. നല്ല ഭംഗിയായിട്ടോ ശരിക്കും പറഞ്ഞാൽ. നമുക്ക് എന്താ പറയണ്ടേ, ഈ പുറത്ത് പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോഴാണെങ്കിൽ തന്നെ എല്ലാവരും അത് സ്ട്രാപ്പ് കാണുന്നു പറഞ്ഞിട്ട് നമുക്കിത് അങ്ങോട്ടേക്ക് എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇതിപ്പം നല്ല ഭംഗിയിൽ അവിടെ കിടന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്താ പറയണ്ടേ, ആ ഒരു പറച്ചിൽ കേൾക്കേണ്ട ആവശ്യമില്ല. പിന്നെ പുറത്ത് പോകുമ്പോഴാണെങ്കിൽ നമുക്ക് എന്താ പറയണ്ടേ, സ്ലീവ്ലെസ് ഡ്രസ്സോ അല്ലെങ്കിൽ ഓഫ് ഷോൾഡർ ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്ക് നല്ല ഭംഗി ഇത് കിടക്കുന്ന കാണാൻ നമ്മുടെ ഷോൾഡറിൽ. ഇപ്പോൾ ഇൻവെസിബിൾ ബ്രാസ് സ്ട്രാപ്പൊക്കെ ഉണ്ടെങ്കിലും എന്താ പറയണ്ടേ, ഇങ്ങനെ നല്ല ഫ്ലവറും ലേസൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതും എന്താ പറയുക ബീഡ്സ് കൊണ്ട് ചെയ്യുന്ന സ്ട്രാപ്പൊക്കെ ആണെങ്കിൽ കാണാൻ കുറച്ചും കൂടി ഭംഗിയാണ്. ഞാനിതിങ്ങനെ ഒരു ദിവസം വെറുതെ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നപ്പം കണ്ടൊരു സംഭവമാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇത് നല്ല ഒരു സംഭവമാണല്ലോ, നമുക്ക് ചെയ്ത് നോക്കാമെന്ന് ഓർത്തു. അപ്പോൾ അങ്ങനെ ചെയ്ത് എനിക്കിഷ്ടമായി. അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയതാണ്. ഇത് ശരിക്കും നല്ല അടിപൊളിയാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നത്. നമുക്ക് നല്ല വൈറ്റ് ബീഡ്സ്, നല്ല വൈറ്റ് ഡ്രസ്സൊക്കെ ഇടുമ്പം ഇങ്ങനത്തെ ഒരു സ്ട്രാപ്പൊക്കെ ഉള്ള റായൊക്കെ ഇട്ടിട്ട് പോകുമ്പം ഇനിയിപ്പോൾ സ്ട്രാപ്പ് കണ്ടാൽ നമുക്കൊരു പ്രശ്നം വരുന്നില്ല. കാരണം അതിനേക്കാൾ നമ്മുടെ ഷോൾഡർ ഭംഗിയിൽ ഈ സ്ട്രാപ്പൊക്കെ ആയിട്ട് കിടക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിടക്കും. അത് ഞാനിപ്പം എൻ്റെ ഒരു ബ്രായ്ക്കകത്ത് ഞാനിപ്പോൾ ഈ സ്ട്രാപ്പ് ഒന്ന് ഹുക്ക് ചെയ്ത് വെക്കുവാണ്. നമുക്ക് നല്ല രസമല്ലേ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ സ്ട്രാപ്പൊക്കെ. നമുക്കിത് ഈ പുറകിലെ എലാസ്റ്റിക് ഇല്ലേ, അത് ഞാൻ വെക്കാണ്ടുള്ളതും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ എലാസ്റ്റിക് വരുന്നത് ബാക്ക് വശത്താണ് വെച്ചേക്കുന്നത്. കാരണം ഫ്രണ്ട് കുറച്ചും കൂടി എന്താ പറയണ്ടേ, ഇത് വെക്കുമ്പോൾ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് എലാസ്റ്റിക് വരുമ്പം ബീഡ്സിൻ്റെ ഭാഗം കുറച്ചും കൂടി ബാക്കിലോട്ടല്ല കിടക്കുന്നത്. അപ്പോൾ അതിനും വരെ ഞാനത് ബാക്കിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബീഡ്സിൻ്റെ ഭാഗം കൂടുതൽ ഫ്രണ്ടിലോട്ട് കിടക്കും. പിന്നെ ബാക്ക് വശം എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സിൻ്റെ ഉള്ളിൽ ഏകദേശം കവറായി കിടക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ബാക്ക് വശത്ത് എലാസ്റ്റിക് വെച്ച് കൊടുത്തത്. ഇനി വേണമെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ ഇതുപോലെ എന്താ പറയുക എലാസ്റ്റിക് വെക്കാത്ത ഒരു സ്ട്രാപ്പ് ചെയ്യുന്നൊരു വീഡിയോ എടുക്കാം. ഞാൻ വെറുതെ ഷോ ഓഫിന് കുറച്ച് മുത്തൊക്കെ വാരിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇതുപോലത്തെ എലാസ്റ്റിക് ഒന്നും ഇല്ലാത്ത ഒരു ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ എന്താ പറയണ്ടേ, ഒരു കളറൊന്നുമല്ല, പല കളറിൽ പല ഡിസൈനിലുള്ള മുത്തുകൾ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇനി ഇതേ വൈറ്റ് ബീഡ്സിൻ്റെ ബ്രാസ് സ്ട്രാപ്പ് പോലത്തെ പലതരത്തിലുള്ള വെറൈറ്റി ഡിസൈനിലുള്ള ബ്രാസ് സ്ട്രാപ്പ് നമുക്ക് ചെയ്യാവുന്നതാണ്. വരും ദിവസങ്ങളിൽ അങ്ങനത്തെ സ്ട്രാപ്പുകൾ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതുവരെയും ടാറ്റ.